ഹലോ 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 ഉള്ളിലോട്ട് റോസിന്റെ ഒരു സോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉണ്ണിങ്ങി വന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്ലവറാ. നേരത്തെ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നോക്കും. ഇവിടുത്തെ ബിൽഡിംഗ് ഒരു വ്യത്യസ്ത രീതിക്കാണ്. 2, 3, 4, 5, 6, 7, 8, 9 വരെ മഷ്റൂം ഉണ്ട്. എല്ലാം കഴിഞ്ഞ് ഇവിടെ വായിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ പോയിസണസ് സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. സുന്ദരി വിടുന്നില്ലല്ലോ, നല്ല ചായയും കുടിപ്പിക്കുന്നുണ്ട്. നമ്മുടെ നാട്ടിലൊക്കെയാണ് വെച്ചാൽ ചുമ്മാ സീരിയൽ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ ചില്ലായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് നടക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് യുനാൻ പ്രൊവിൻസിലെ കുൻമിങ് എന്ന് പറഞ്ഞ സിറ്റിയിലാണ്. അവിടുത്തെ ഒരു ഗ്വാങ്ദു ആൻഷ്യൻ ടൗൺ കാണാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ. ഇതിൻ്റെ എൻട്രൻസ് ഇതാണ് വരുന്നത്, ഗ്വാങ്ദു ആൻഷ്യൻ ടൗൺ. അപ്പോൾ ഈ ഗ്വാങ്ദു ആൻഷ്യൻ ടൗണിനെ പറ്റി പറയുകയാണെങ്കിൽ ഏകദേശം 1000 വർഷം പഴക്കമുള്ള ഒരു ഏരിയയാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ റിലീജിയസ് ബിലീഫും, പണ്ട് ഇതിനെപ്പറ്റി പറയുകയാണെങ്കിൽ മിലിറ്ററി ബേസും കാര്യങ്ങളും അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. പിന്നെ ബുദ്ധിസ്റ്റ് ആയിട്ടുള്ള ഭയങ്കര ഇൻഫ്ലുവൻസ് ഉള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ ഗ്വാങ്ദു ആൻഷ്യൻ ടൗൺ എന്ന് പറയുന്നത്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചറൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം യുനാൻ ഒരു ട്രഡീഷണൽ ആ ഒരു സെറ്റപ്പിലാണ് സംഭവങ്ങളൊക്കെ ഉള്ളത്. പിന്നെ ഇവിടെ കുറേ ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. യുനാൻ സ്പെഷ്യൽ ഫുഡൊക്കെ നമ്മൾ എന്തായാലും കഴിച്ചു നോക്കുന്നതാണ്. ഇതിൻ്റെ ഉള്ളിൽ കുറേ ടെമ്പിൾസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് നോക്കി കാണാം. അപ്പോൾ നമ്മൾ നേരെ ഇതേ സ്ട്രീറ്റിൻ്റെ ഉള്ളിലോട്ട് ഇങ്ങോട്ട് കയറിയൊക്കെയാണ് കേട്ടോ. ഇവിടെ എന്തൊക്കെ സംഭവങ്ങൾ നോക്കാം. ഇവിടെ എന്തോ ജ്യൂസ് ഷോപ്പുണ്ട്, ഡ്രസ്സ് ഷോപ്പ്, പിന്നെ ഇതേ കപ്പിൾസിനൊക്കെ ഫോട്ടോ എടുക്കാൻ പറ്റിയ ഒരു സംഭവം. നമ്മൾ ദോനാൻ ഫ്ലവർ മാർക്കറ്റിൽ പോയതല്ലേ, അതേപോലത്തെ ഇവിടെ കുറേ ഫ്ലവേഴ്സും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇതൊന്നും ഒറിജിനൽ ഫ്ലവേഴ്സ് അല്ല, ഇതൊക്കെ പ്ലാസ്റ്റിക് ഫ്ലവേഴ്സാണ്. പക്ഷേ കാണാൻ നല്ല രസമുണ്ട്. ഇവിടെ നിന്ന് കുറേ ഫോട്ടോ ഒക്കെ എടുക്കാം. പിന്നെ ഇവിടെ എന്തോ ഒരു ഫുഡ് ഷോപ്പാണ് കേട്ടോ. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഇവിടെ അവർ യുനാൻ സ്പെഷ്യൽ പാട്ടൊക്കെ വെച്ച് പാടുന്നുണ്ട് കേട്ടോ. പാട്ട് കേട്ടോക്കാം. കാണായി തോന്നുന്നു, നമ്മൾ വന്നപ്പോൾ പാട്ടൊന്നും പാടുന്നില്ലല്ലോ. ആ പാടിക്കോളി, നിങ്ങൾ പാട്, എന്താ വെയിറ്റ് ചെയ്യണേ. ഹലോ 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 പാട്ടൊക്കെ പാടുന്നുണ്ട്. അവരുടെ ബോയിൻ്റെ ഇതൊക്കെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. അപ്പോൾ ഇത് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിൽ ഫുഡ് മേടിക്കുമ്പോൾ കുറേ ഓഫേഴ്സും സാധനങ്ങളൊക്കെ ഉള്ളതാണ്. അപ്പോൾ നമുക്ക് എന്തായാലും നോക്കി നോക്കാം ഏതൊക്കെയാണ് നല്ല ഫുഡ് സ്പോട്ട് വരുന്നതെന്നൊക്കെ ഉള്ളത് നമുക്ക് നോക്കി നോക്കാം. പിന്നെ ഇവിടെ ഒരു സോവിനിയേഴ്സിൻ്റെ എന്തെല്ലോ ഷോപ്സാണ് ഇവിടെ ഉള്ളത്. പിന്നെ സിൽവർ കട ഉണ്ട് ഇവിടെ. സിൽവർ എങ്ങനെ ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ എന്ത് ഗ്യാസ് കട്ടറൊക്കെ വെച്ചിട്ടുണ്ടല്ലോ, അങ്ങനെ എന്തൊക്കെയോ. പിന്നെ കുറേ ഡ്രസ്സ് മേടിക്കുന്ന ഒരു കട ഉണ്ട് ഇവിടെ.就是云南的吗？20块吗？ഇത് യുനാൻ സ്പെഷ്യൽ ഡ്രസ്സുകളാണ് കേട്ടോ ഇവിടെ ഉള്ളത്. പിന്നെ തൊപ്പികൾ ശേഷി ഈ സ്റ്റോണിനെ അങ്ങനെ പോളിഷ് ചെയ്തിട്ട് ഇങ്ങനെയായിട്ട് അതിനുശേഷം അതിൻ്റെ മുകളിൽ ഓരോ ദൈവരൂപങ്ങളും സാധനങ്ങളൊക്കെ വെക്കുന്നതാണ് ഇവിടുത്തെ സംഭവം വരുന്നത്. നമ്മൾ കുറേ സ്ഥലത്ത് ഇത് കണ്ടിട്ടുണ്ടായില്ല, എങ്ങനെ പോളിഷ് ചെയ്യാന്ന് കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ഓരോ ലോക്കറ്റും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ അതേപോലെ ബീഡ്സും. ഇത് ഇവരുടെ എന്താ പറയുക, ഒരു ഭാഗ്യത്തിൻ്റെയും അതേപോലെ പ്രോസ്പെരിറ്റി അങ്ങനത്തെ ഓരോ സാധനങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അവർ ധരിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. കൗളു ഷാൻ എന്ന് പറഞ്ഞൊരു സാധനം കഴിക്കാൻ വേണ്ടി വന്നേക്കാണ് കേട്ടോ നമ്മൾ. ഇത് പാലുകൊണ്ട് കട്ടിയാക്കിയിട്ടുള്ള എന്തോ ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ മുകളിൽ അവിടെയും ഫ്ലവേഴ്സൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ ഉള്ളിലോട്ട്. അപ്പോൾ ഈ സാധനത്തിനെ ഒന്ന് ചൂടാക്കി അതിൻ്റെ മുകളിൽ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ വെച്ച് തേച്ചിട്ട് അതിന് നേരെ നമുക്ക് ഒരു റോളാക്കിയിട്ട് തരും. ഇനി നമുക്ക് അത് കഴിച്ച് നോക്കാം. ഇതിൻ്റെ ഉള്ളിലോട്ട് റോസിൻ്റെ ഒരു സോസ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. കുൺമിങ്ങിൽ വന്നു കഴിഞ്ഞാൽ എല്ലാം ഫ്ലവറാണ്. ഫ്ലവർ മാർക്കറ്റ് മുതൽ ഫുഡിൽ വരെ ഫ്ലവറാണ് കേട്ടോ. നമ്മൾ ഷൗസിങ്ങിൽ പോയപ്പോൾ എല്ലാം ആൽക്കഹോളായിരുന്ന പോലെ ഇവിടെ ഫുൾ ഫ്ലവർ വെച്ചിട്ടാണ്. ഇത് റോസിൻ്റെ എന്തോ സാധനമൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിനായിട്ട് റോളാക്കട്ടെ. നമ്മുടെ ഈ പാലിൻ്റെ ഫ്ലേവറിലുള്ള നമ്മുടെ പൊറോട്ട റോള് സാധനം കിട്ടിയേക്കാണ് കേട്ടോ. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ച് നോക്കാം. ഇരിക്കാം. ഇതാണ് നമ്മുടെ സാധനം വരുന്നത്. കുറേ പൂവിൻ്റെ മണമുണ്ട് കേട്ടോ. റോസ് പൂവിൻ്റെ സാധനമൊക്കെ ഉണ്ട്. ഓയോ ഭയങ്കര ചൂടാ. നല്ല പാലിൻ്റെയും മധുരവും പിന്നെ ആ റോസിൻ്റെയൊക്കെ ഫ്ലേവർ വരുമ്പോൾ അടിപൊളി സാധനം. നേരത്തെ പറഞ്ഞ പോലത്തെ ഇവിടുത്തെ ആർക്കിടെക്ചറും കാര്യങ്ങളൊക്കെ നോക്കും. ഇവിടുത്തെ ബിൽഡിംഗ് ഒരു വ്യത്യസ്ത രീതിക്കാണ് ഇവിടുത്തെ ബിൽഡിംഗ് വരുന്നത്. ചൈനേൻ്റെ ഓരോ ഭാഗത്ത് പോകുമ്പോൾ അത് നമുക്ക് മനസ്സിലാവുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ ഹാർബിന് പോയപ്പോൾ അതൊരു റഷ്യൻ സ്റ്റൈലിലുള്ള ബിൽഡിംഗ് ആയിരുന്നെങ്കിൽ ഇവിടെ ഒരു യുനാൻ ആ ഒരു സ്പെഷ്യലുള്ള ബിൽഡിംഗ് ആണ്. പിന്നെ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ കുറേ എത്നിക് ഗ്രൂപ്പ്സിൻ്റെ സാധനങ്ങളൊക്കെ വന്ന് വെച്ചേക്കുന്നത് കേട്ടോ. ഇങ്ങനത്തെ ഓരോ രൂപങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ എത്നിക് സിറ്റിയിൽ പോയപ്പോൾ കണ്ട പോലത്തെ ഓരോ രൂപങ്ങളാണ്. കണ്ടു കഴിഞ്ഞാൽ പേടിയാവുമെങ്കിലും ഇതോരോ ആദിവാസി ടീമിൻ്റെ ഓരോ സാധനങ്ങളൊക്കെയാണ് വെച്ചേക്കുന്നത്. ഇതിൻ്റെ ഓരോ സോവിനിയേഴ്സാണ് ഉള്ളിലുള്ളത്. ഇങ്ങനത്തെ ഒരു സാധനം എൻ്റെ റൂമിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനത്തെ ഒരു പേടിപ്പിക്കാനുള്ള സാധനം. ഇത് ഫുള്ള് സോവിനിയേഴ്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ് ഇവിടെ.
ചീപ്പ് മുതൽ എല്ലാ സാധനങ്ങളും ഉണ്ട് ഇവിടെ. നമ്മുടെ ഫ്ലവറിൻ്റെ ഉണ്ടാക്കിയ കുക്കീസ് സാധനങ്ങളൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. പലതരത്തിലുള്ള ഫ്ലവർ കുക്കീസ്, ഫ്ലവറിലുള്ള കുക്കീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഒരു നല്ല റെസ്റ്റോറൻറ്റ് കണ്ടിട്ടുണ്ട്. ഇവിടെ കുറേ പൂവിൻ്റെ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഗുഡ് എന്നൊക്കെ ശരി. അപ്പോൾ ഇവിടെ നമുക്ക് ഫുഡ് കഴിക്കാനാണ് നോക്കുന്നത്. നെയ്ത്വാനിൽ നോക്കിയോ കണ്ടുപിടിച്ച് വേറൊരു സ്ഥലമാണ്. അപ്പോൾ ഇവിടെ സ്പെഷ്യലായിട്ടുള്ള മഷ്റൂം ഇവിടുത്തെ മെയിൻ സാധനമാണ് കേട്ടോ. അപ്പോൾ മഷ്റൂമിൻ്റെ ഒരു സ്പെഷ്യൽ ഫുഡ് നമുക്കിന്ന് കഴിക്കാം. ഏണ്ടാവും നോക്കി നോക്കാം. യുനാൻ കുസീൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഇവിടെ. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം ഓരോ സാധനത്തിൻ്റെയൊക്കെ പച്ചമുളകൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് ഒറിജിനൽ കേട്ടോ, പച്ചമുളക് ഒറിജിനൽ. ക്യാപ്സിക്കൊക്കെ എന്നാ വിൽപ്പം എന്നാൽ മത്തങ്ങ, റെഡ് ചില്ലി, പിന്നെ സ്വീറ്റ് പൊട്ടറ്റോ, പിന്നെ എന്തൊക്കെയോ മഷ്റൂമിൻ്റെ എന്തൊക്കെ കുറേ തരം മഷ്റൂംസ്. ഫുള്ള് മഷ്റൂംസാണ് ഗൈസ്. 1 2 3 4 5 മഷ്റൂംസ്. ഇത് എവിടെയും കുറേ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ തക്കാളിയും സവോളയും നമ്മളാകെ ഉണ്ടാക്കുക. നമ്മൾ വീട്ടിൽ ഞാൻ റൂമിലുണ്ടാക്കിയ ഒരു രാജ്മ നേരത്തെ കഴിഞ്ഞ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. രാജ്മയാണ് നമ്മുടെ മെയിൻ സാധനം. രാജ്മയ്ക്ക് നമ്മൾ എന്താ വേണ്ടി തക്കാളി, സവോള, പച്ചമുളക് ഈ സാധനം കെട്ടിയിട്ട് അങ്ങോട്ട് സെറ്റ് ചെയ്യുക. ഇതാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഫുഡുള്ളൂ. അപ്പോൾ ഇന്ന് ഇവിടെ വന്നിട്ട് നമുക്ക് എന്തായാലും സ്പെഷ്യലായിട്ടുള്ള യുനാൻ സ്പെഷ്യൽ ഫുഡ് നമുക്ക് കഴിച്ചു നോക്കാം. ഉള്ളിലത്തെ ആംബിയൻസ് ഒക്കെ കൊള്ളാം കേട്ടോ. ഇവിടെ നല്ല സെറ്റപ്പ് ആംബിയൻസ് ഒക്കെയാണുള്ളത്. നമുക്ക് നോക്കി നോക്കാം അവിടെ എങ്ങനെയായിരിക്കും ഫുഡ് സംഭവങ്ങളൊക്കെ വരുന്നത്. ഇവിടെ ഒരു പൂമ്പാറ്റയൊക്കെ ഉണ്ട്. ഇവിടെ ഒരു കൊച്ചു കുട്ടിയുണ്ട്. കുട്ടിയും ഫുഡ് കഴിക്കാൻ വന്നേക്കായിരിക്കും. ഇവിടെ ഫുഡിൻ്റെ ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. എന്തൊക്കെയാണ് ഫുഡിൻ്റെ ഐറ്റംസ് നോക്കി നോക്കാം. ഇതൊക്കെ ഹോട്ട് പോട്ടിലേക്കുള്ള സാധനങ്ങളാണ് വന്നു കേട്ടോ. ബീഫും ഇങ്ങനെ ചിക്കനും ഐറ്റംസ് ഒക്കെ വെച്ചിട്ടുണ്ട്. ചിക്കൻ്റെ ഐറ്റംസ്. പിന്നെ ഇതെന്തോ വേറെ എന്തോ മീറ്റ് തന്നെ തോന്നുന്നു. പിന്നെ ഇവിടെ മഷ്റൂം വിത്ത് ഫ്രൈഡ് റൈസ് തോന്നുന്നു. ഇതൊക്കെയാണ് പൊളി ഫ്രൈഡ് റൈസ്. നമുക്ക് എന്തെങ്കിലുമൊക്കെ സാധനങ്ങളൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. ഇതെല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് സെക്കൻഡ് ഫ്ലോറിലാണ് ഇതിൻ്റെ ഡൈനിങ് ഇന്നൊക്കെ വരുന്നത്. അവിടെ പോയി നോക്കിയിട്ട് കാണാം. അങ്ങനെ നമ്മുടെ മഷ്റൂം സ്പെഷ്യൽ ഹോട്ട് പോട്ട് ഫുഡ് ഇവിടെ വന്നേക്കാണ് കേട്ടോ. യുനാൻ സ്പെഷ്യലാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഹോട്ട് പോട്ടിൻ്റെ ആ സൂപ്പും കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇവിടെ ചിക്കൻ മാത്രമാണ് ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു ഡിഷ് ഉള്ളത്. അതിന് നല്ല സൂപ്പറാക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊരു തരം മഷ്റൂം. 2 3 4 5 6 7 8 9 തരം മഷ്റൂം ഉണ്ട്. പിന്നെ ഇവിടെ കുറേ വെജിറ്റബിൾസും അതേപോലെ കോണും സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ടൊമാറ്റോ ഉണ്ട്. അങ്ങനെ കുറേ ഐറ്റംസ്. എന്തൊക്കെ തരം മഷ്റൂമാണെന്ന് അറിയില്ല കേട്ടോ. നാട്ടിലാകെ 2 3 മഷ്റൂമാണ് നമ്മൾ കണ്ടിട്ടുള്ളൂ. പിന്നുള്ളത് കൊടൈക്കനാൽ മഷ്റൂമാണ് കേട്ടേക്കണത്. അതല്ല എന്തായാലും ഇവിടെ ഉള്ളത്. പിന്നെ അവിടെ ഒരു ചായ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഫുഡ് കഴിക്കാനുള്ളത് നോക്കാം. അങ്ങനെ ഓരോ മഷ്റൂമായിട്ട് ഇടുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഹോട്ട് പോട്ടിൻ്റെ പാത്രത്തിലോട്ട് ഓരോ മഷ്റൂമായിട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ ചൈനീസ് പേര് പറഞ്ഞിരുന്നത് എന്താണെന്ന് അറിയില്ല. ഈ മഷ്റൂമൊക്കെ കാണുമ്പോൾ തന്നെ പേടിയാണ്. നമ്മുടെ ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. സ്പെഷ്യൽ പാർട്ട് നമുക്കപ്പോൾ റോ ആയിട്ടുള്ള മഷ്റൂം ഉണ്ട്. ഇത് ഇങ്ങനെ തന്നെ കഴിക്കാൻ പറ്റുമെന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ മഷ്റൂമിനെ എടുത്തിട്ട് നമ്മൾ ഇവിടെ ഒരു വിനീഗറിൻ്റെ ഒരു സോസ് ഉണ്ട്. ആ വിനീഗറിൻ്റെ സോസിൽ അങ്ങോട്ട് ആഡ് ചെയ്തിട്ട് കഴിച്ചു നോക്കാം. കുഴപ്പമൊന്നുമില്ല, നല്ല ടേസ്റ്റ് ഉണ്ട്. സൂപ്പർ സാധനം. മഷ്റൂം അത്യാവശ്യം നല്ല വെന്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ വേറൊരു വെള്ള കളർ മഷ്റൂം ഇട്ടേക്ക്. ഇതിനധികം വേവിന് സമയം വേണ്ടെന്നാണ് നമ്മുടെ ഷെഫ് പറഞ്ഞത്. അപ്പോൾ അതും ഇനി കുറച്ച് നേരം ഇട്ടിട്ട് നേരെ നമുക്ക് ഇത് മൂടി വയ്ക്കാനായിട്ട് എന്തൊരു സാധനമുണ്ട്. ഈ ഒരു എന്തോ സാധനത്തോടെ ഉണ്ടാക്കിയ ഒരു സാധനം വെച്ചിട്ടാണ് മൂടി വയ്ക്കുന്നത്. അങ്ങനെ നമ്മുടെ മഷ്റൂം ഇവിടെ സെറ്റായി കഴിക്കാണ് കേട്ടോ. 9 തരം 10 തരം എന്തോ മഷ്റൂം ഇതിലിട്ടിട്ടുണ്ട്. എന്ത് സംഭവിക്കുമെന്ന് അറിയില്ല. ഏതാണ് വിഷമുള്ള മഷ്റൂം കാര്യങ്ങളൊന്നും അറിയില്ല കേട്ടോ. പക്ഷേ ഇവിടെ നിന്ന് വേറൊരു വെറൈറ്റി സംഭവം കണ്ടത് ഇവർ ഇതിൽ നിന്ന് ചെറിയ സാമ്പിൾ എടുത്തിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആ സാമ്പിൾ എടുത്തുകൊണ്ടിട്ട് ഇനി പോയിസൺ ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യാനാണോ എന്തോന്ന് അറിയില്ല. അപ്പോൾ നമുക്ക് വീഡിയോ കഴിഞ്ഞിട്ട് ജീവനുണ്ടെങ്കിൽ എന്തെങ്കിലും കാണാം. പക്ഷെ എല്ലാവരും ഇവിടെ വന്ന് കഴിക്കണതാണ്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്ന് തിളച്ചുകൊണ്ടിരിക്കുന്ന മഷ്റൂം കറിയിൽ നിന്നും പലതരത്തിലുള്ള മഷ്റൂംസാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ പിന്നെ ഒന്നും പേരറിയില്ല കേട്ടോ. പക്ഷേ കുറേ മഷ്റൂംസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇതൊക്കെ കുറച്ച് സാധനങ്ങളൊക്കെ എടുക്കാം. നമ്മുടെ ചിക്കൻ എന്തായാലും ഇങ്ങോട്ട് വരട്ടെ. ആദ്യം ഒരു ചിക്കൻ തന്നെ എടുത്ത് ഇതിൻ്റെ ഉള്ളിലോട്ടിട്ട് ഫുൾ സൂപ്പാണ് കേട്ടോ വന്നത്. മഷ്റൂം എടുക്കണമെങ്കിൽ നമ്മൾ 2 സ്പൂൺ, എപ്പോഴും ഹോട്ട് പോട്ടിൽ വരുമ്പോൾ 2 സ്പൂൺ തരും. ഒരെണ്ണം സൂപ്പ് എടുക്കാനും ഒരെണ്ണം ഇതെടുക്കാനായിട്ട് 2 സ്പൂൺ തരും. അപ്പോൾ ഈ ഒരു സാധനത്തോട് നമ്മൾ ഇങ്ങനെയായിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറേ മഷ്റൂം കിട്ടും. ഏത് മൂഡ്? ഇപ്പോൾ നമ്മൾ മഷ്റൂം മൂടാണ് കേട്ടോ. പക്ഷെ ചിക്കൻ മാത്രമാണല്ലോ വരുന്നുള്ളൂ. മഷ്റൂം നമുക്ക് ഇത് കഴിച്ചു നോക്കാം, എങ്ങനെയുണ്ട് എന്നുള്ളത് കഴിച്ചു നോക്കാം കേട്ടോ. നല്ല ചൂടാണ്. നമ്മുടെ മഷ്റൂം കൂടെ വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മഷ്റൂം ഒന്ന് കഴിച്ചു നോക്കാം. അപ്പോൾ ഏകദേശം ചൂടാറിണ്ടെന്ന് വിചാരിക്കണം. നല്ല ടേസ്റ്റ് ഉണ്ട്. അധികം എരിവ് സംഭവങ്ങളൊന്നും ഇല്ല, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ട്. നമുക്ക് സൂപ്പ് കുടിച്ചു നോക്കാം.
നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞേക്കാണ് കേട്ടോ. നമ്മുടെ സൂപ്പ് ഇവിടെ സാധനം ഇരിക്കുന്നുണ്ട്. സൂപ്പൊക്കെ അടിപൊളി ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് ഇവിടെ വായിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് കുറേ പോയിസണസ് സംഭവങ്ങളൊക്കെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചില മഷ്റൂംസ് ഒക്കെ പോയിസണസ് ആണ് ഉണ്ടാവല്. അപ്പോൾ 20 മിനിറ്റ്സ് വെയിറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഇവർ പറയുക. അപ്പോൾ നമ്മുടെ കഴിച്ചാലൊന്നും കുഴപ്പമില്ല എന്ന് വിചാരിക്കണം, പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കണം. അപ്പോൾ നമുക്ക് പുറത്ത് പോയിട്ട് കാണാം. നമ്മൾ വയറ് നിറച്ച് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങിയേക്കാണ് കേട്ടോ. നമ്മുടെ മഷ്റൂം സ്പെഷ്യൽ ഹോട്ട് പോട്ടൊക്കെ കഴിച്ച് ഇറങ്ങിയേക്കാണ്. ഇവിടെ എന്തൊക്കെയാണ് ഷോപ്സ് ഉള്ളതെന്നൊക്കെ നോക്കി നോക്കാം. ചുമ്മാ ഈ സ്ട്രീറ്റിൽ കൂടെ ഒന്ന് നടന്നു നോക്കാം. നമ്മുടെ ഗ്വാൻഡു ആൻഷ്യൻറ്റ് സ്ട്രീറ്റിൽ കൂടെ നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ എന്തെങ്കിലും ഒത്തൻറ്റിക് ആയിട്ട് വേറെ എന്തെങ്കിലും കാണാനുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കി നോക്കാം. വെറുതെ ഒരു ഷൂസ് കട ഉണ്ട്. പിന്നെ നമ്മുടെ ഫ്ലവറാണ് ഇവിടുത്തെ മെയിൻ കേട്ടോ. ഫ്ലവർ ഇല്ലാണ്ട് ഇവർക്ക് ഒരു കളിയില്ല. എല്ലാത്തിൻ്റെ ഉള്ളിൽ ബിസ്ക്കറ്റിൻ്റെ ഉള്ളിൽ ഫ്ലവർ. ഇന്ന് പുളി ഇങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. പുളി ഇങ്ങനെ ഉണ്ട്. പിന്നെ ഇവിടെയും കുറേ ഫ്ലവറിൻ്റെ ഐറ്റംസാണ് മൊത്തം വരുന്നത്. കാരണം അത്രയും വലിയ ഫ്ലവർ മാർക്കറ്റ് ഇവർക്കുണ്ട്. പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ലല്ലോ. പുളി മെയിനാണ് ഇവരുടെ. പിന്നെ ഇതെന്താ ജാതിക്ക് തോന്നുന്നു. സ്ട്രോബെറീൻ്റെ ഒക്കെ ആയിട്ടുള്ള ഒരു സ്നാക്സ് ഐറ്റമാണ് വരുന്നത്. ഇത് യുന്നാൻ സ്പെഷ്യൽ സ്വീറ്റ്സാണ് ഈ വരുന്നത് മൊത്തം. എന്തോ ബാഗൊക്കെ വിൽക്കുന്ന കട, പിന്നെ റിങ്സും സാധനങ്ങളൊക്കെ വിൽക്കുന്ന ഒരു കടയാണ് അപ്പുറത്ത് വരുന്നത്. ഡ്രസ്സുകളൊക്കെ തന്നെയാണ് മെയിനായിട്ട്. രസമുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ബിൽഡിങ്ങിൻ്റെ രീതികളും വ്യത്യാസമുണ്ട്. പിന്നെ പേയ്മെൻറ്റ്സും ഒക്കെ ആ ഒരു പഴയ രീതിക്ക് തന്നെ ഉള്ളത് ഇവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് പോകണമെന്നുള്ളതാണ് ഇതിലത്തെ ഒരു മെയിനായിട്ടുള്ള കാര്യം. അപ്പോൾ അതെ ഇവിടെ കല്യാണത്തിൻ്റെ ഒക്കെ ഡ്രസ്സുള്ള ഒരു കടയെ വന്നു കേട്ടോ അത്. പിന്നെ അപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ എന്തോ ഒരു ചായ കിട്ടുന്ന ഒരു കട ഉണ്ട്. പിന്നെ ഇവിടെ എന്തോ ഒരു സൂപ്പർ സ്ഥലമുണ്ട്, നല്ല കളർഫുള്ളായിട്ടുണ്ട്. ഇതൊന്ന് നോക്കി നോക്കാം നമുക്ക്. ഓസായി വാൻഡൂദ്യ ഹൻചിയാങ് അതാണ് ഇത് വരുന്നത്. ഇവിടുത്തെ ഞാൻ കണ്ട വേറൊരു മെയിനായിട്ടുള്ള സംഭവം എന്താ പറയുക, അമ്മച്ചിമാരൊക്കെ ഒരേ ചില്ല. കുറേ ടൂർ വരുന്ന അമ്മച്ചിമാരുണ്ട്. ഞാൻ നേരത്തെ കുറച്ച് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു. അവർ ഷാങ്ഹായ് ബേസ്ഡ് ആയിട്ട് വരുന്നില്ല. കാരണം ഫുൾ ടൂറാണ്. അമ്മച്ചിമാരൊക്കെ ഒരു ഏജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫുൾ ചില്ലിങ്ങാണ്. ഇവിടെ ഫുൾ ഫോണൊക്കെ ഓടിച്ചിട്ട് നിൽക്കുന്നൊരു അമ്മച്ചി. ഒരു ബിസിയാണ് ഫോണൊക്കെ ഓടിച്ചിട്ട്. ഈ കളർഫുള്ളായിട്ടുള്ള എന്തോ സംഭവമാണ് കേട്ടോ. ഇതാണ് നമ്മൾ ഈ യാങ്ജോലൊക്കെ പോയപ്പോൾ കണ്ട സാധനങ്ങൾ. എന്തെങ്കിലും വിഷ് ഉണ്ടെച്ച് ഇങ്ങനെ എഴുതിയിടുക. ഇതൊരു അമ്പലത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടായിരിക്കും. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വിഷ് ഉണ്ടെച്ച് നമ്മൾ എഴുതിയിട്ട് കഴിഞ്ഞാൽ ആ വിഷൊക്കെ നടക്കും എന്നുള്ളതൊക്കെയാണ് പറയുന്നത്. അന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ഏഞ്ചലും ടീമിനൊക്കെ കണ്ട സമയത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഇങ്ങനെ വിഷ് എഴുതിയിട്ട് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പൊക്കെ ഉണ്ടെച്ച് ഇങ്ങനെ റെഡിയാവും എന്നുള്ളത്. അപ്പോൾ അങ്ങനത്തെ ഒരു സംഭവമാണ് ഈ ഐറ്റം വരുന്നത്. നല്ല രസമുണ്ട് കേട്ടോ കാണാനൊക്കെ ആയിട്ട്. നമുക്കെല്ലാവരും മുകളിലേക്ക് നോക്കി നോക്കാം കയറാൻ പറ്റുമെന്നുള്ളത്. പോയി നോക്കി നോക്കാം. കാരണം നമ്മൾ എന്തായാലും വന്നാലേ എല്ലാ സ്ഥലങ്ങളും കണ്ടിട്ട് നടന്ന് എക്സ്പ്ലോർ ചെയ്യുക. അല്ലാണ്ട് എന്ത് പറയാൻ, എന്തൊക്കെ ഉണ്ട് ഇവിടെ. ഇവിടെ ഫുൾ കളർഫുള്ളായിട്ടുള്ള സംഭവങ്ങളാണ് കേട്ടോ. ഇത് അമ്പലം നല്ല കഴിച്ചു. ഇത് സൗന്യറൊക്കെ വിൽക്കുന്ന കടകളാണ്. മൊത്തം ചൈനീസിലാണ് എഴുതിയിട്ടേക്കുന്നത് ഓരോ കാര്യങ്ങൾ കണ്ടോ. ടൂന്നൊക്കെ എഴുതിയിട്ട് ഏതൊക്കെ ഗേൾഫ്രണ്ടിന് വേണ്ടിയിട്ട് എഴുതിയിട്ട് തോന്നുന്നു കേട്ടോ ആൾക്കാരൊക്കെ. നമ്മൾ എന്തെഴുതാനാ ഇവിടെ കുറേ സൗന്യർ ഐറ്റംസാണ്. ക്രാബുണ്ട്, പിന്നെ ഒന്നും ഗോൾഡ് പ്ലേറ്റഡ് ഐറ്റംസ് ആയിരിക്കും. അതുകൊണ്ട് ഇതൊക്കെ ഓരോ സൗന്യേഴ്സിൻ്റെ ഓരോ ഐറ്റംസാണ് നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഫ്രിഡ്ജ് മാഗ്നറ്റ്സ് ഉണ്ട്. നമ്മൾ ഓൾറെഡി ഒരു ചിമ്മട്ടം ഫ്രിഡ്ജ് മാഗ്നറ്റ് അടിപൊളി സാധനം മേടിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്. എന്താ പറയുക, സുഖമല്ലേ. ഹലോ ഹലോ ഹലോ, 你好你好啊，可以尝一尝吗？可以可以啊，谢谢。这个也是花茶吗？花茶啊，花茶。ആ ഗൈസ്, ഇത് ഫ്ലവറിൻ്റെ ഒരു ടീ ആണ്. നമ്മൾക്കപ്പോൾ ടേസ്റ്റ് ചെയ്യാനായിട്ട് വന്നെങ്കിൽ നമുക്കിതൊന്ന് കുടിച്ച് നോക്കാം. 不是印度的啊，好，谢谢。这个玫瑰的嘛，那个不一样的，不一样的吗？不一样，你刚刚喝的是这个覆盆子的。啊，好好，谢谢。这个是玫瑰的，你小心烫啊。OK OK， 这个泡的吗？啊，这个泡的。啊好，ആദ്യം നമ്മൾ കുടിച്ചത് ഈ സാധനമായിരുന്നു. അടുത്തത് നമ്മൾ ഇതാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ പാകിസ്ഥാനാണോന്ന് ചോദിച്ചത് നമ്മളെ കണ്ടിട്ട്. അപ്പോൾ നമുക്ക് ഇതെന്തായാലും കുടിച്ച് നോക്കി നോക്കാം. എന്തായാലും സ്നേഹമുണ്ട്, ഇതൊക്കെ തന്നിട്ടുണ്ട് നമുക്ക്. ഇത് കൊള്ളാം. മറ്റേത് നല്ല മധുരമുള്ളതായിരുന്നു. ഇതൊരു ഫ്ലേവറൊക്കെ ആയിട്ട് വരുന്ന ഒരു ചായയാണ്. കുഴപ്പമില്ല, പക്ഷെ ഇത്തിരി ചൂടൊക്കെ ഉണ്ട്. സുന്ദരി വിടുന്നില്ലല്ലോ, എല്ലാ ചായയും കുടിപ്പിക്കുന്നുണ്ട്. വൈറ്റ് പീച്ച് സുന്ദരി അടുത്ത് വരുന്നുണ്ട്. മഷ്റൂമൊക്കെ എല്ലാം കൂടെ കഴിച്ച് വയറിളക്കുന്ന തോന്നണേ. ചോക്ക啊，这不是甜的，对吗？这个是午茶，它茶香味会重一点。
这个是去湿去寒去火消化阴经。ഇത് റാസ്ബെറിന്റെയാണ് റം റാസ്ബെറി 散称的。你要那么一点，对不对？ ഇത് ചെറി റോസ് 要 ആണ് 那么一点也可以，你再来一点也可以。现在不用啊这个是第一杯，然后这个的话，女孩子喝的多一点，它就不吸血，吃肉吃斑调经的供养颜。现在不用了爱人带一点。现在不用了，谢谢。它泡完是可以吃的，你要喜欢呢，可以少带点回去泡。നമ്മളെ കൊണ്ട് മേടിപ്പിക്കാനുള്ള സംഭവമാണ്. നമ്മൾ എന്തായാലും മേടിക്കാം. ഓൾറെഡി കുറേ ഇങ്ങനത്തെ ചായ സംഭവങ്ങളൊക്കെ നമ്മൾ ചെങ്ഡു പോയപ്പോഴൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. 如果我去那个成都的时候成都我买了这样的多少钱一克？我也不知道了，我买了是哪天？我买了是30块还是40块的？那你在这里再买这个？不用啊，谢谢。不一样。没事，感谢你啊，拜拜。നമ്മളെ വളച്ച് മേടിപ്പിക്കുക. നമ്മൾ ചെണ്ടു പോയപ്പോൾ സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ട് നൈസായിട്ടൊന്ന് അവിടെ നിന്ന് ഒഴിവായത്. ഇനി ഇവിടെ പോയി കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണല്ലോ, ഇവിടെ കുറേ നമ്മുടെ ആൽഫബറ്റൊക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങളുണ്ടാവും. അത് വെച്ചിട്ട് മാലി സാധനങ്ങളൊക്കെ ഉണ്ടാക്കി തരുന്നതാണ്. ഇത് എല്ലായിടത്ത് പോയാലും ഉള്ള സംഭവം തന്നെ. പിന്നെ എന്താ യെസ്. അപ്പം ഇനി നമുക്ക് എക്സിറ്റിലോട്ട് കിടക്കാം പ്ലീസ്. റോസാപ്പൂ കൊണ്ടുള്ള ഐറ്റംസ് ഉള്ള കടയാവുന്നു കേട്ടോ. ഇതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കി നോക്കാം. കിടക്കുന്നത് നല്ല റോസാപ്പൂ, നല്ല മണം വരുന്നുണ്ട്. നമ്മൾ ഇങ്ങനത്തെ ഒരു റോസാപ്പൂവിൻ്റെ സാധനം വെച്ചിട്ടാണ് സെൻ്റായിട്ട് മേടിച്ചേക്കുന്നത്. അതോ കൈ ശിശിയ. അപ്പോൾ ഇതെടുത്തിട്ട് കഴിച്ച് നോക്കിക്കോളാനാണ് പറയണത്. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാനാണ് പറയണത്. ആ റോസാപ്പൂ വെച്ചിട്ട് അതിനെ അരച്ച് ക്രീം പോലെ എന്തൊക്കെ ആക്കിയിട്ട് കഴിക്കുന്ന ഒരു ബിസ്ക്കറ്റ് പോലത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ആ സാധനം വരുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ ഫ്ലവറിൻ്റെ കൊണ്ടുള്ള ബിസ്ക്കറ്റ്. അപ്പോൾ അത് നമുക്ക് കഴിച്ച് നോക്കാം. കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ട്. അത് നല്ല മധുരമുണ്ട് സാധനം. ഒരു സാധനം ഇവിടെയും വേറെ എന്തൊക്കെയോ സ്നാക്സും സാധനങ്ങളൊക്കെ ഉണ്ട്. ദോശ പൂവാദ എല്ലാം പൂവുകൊണ്ടുള്ളതാന്ന് പറയുന്നത്. ചൗക്കലി ഏഴ് പൂവാദമാ. 不是巧克力，这些普洱茶。ഓക്കെ明白。普洱熟茶ഇത് ചോക്ലേറ്റ് അല്ല കേട്ടോ, വേറെ എന്തോ ഈ മറ്റേ പൂ വെച്ചിട്ടുള്ള ഒരു സംഭവം തന്നെയാണ് വരുന്നത്. ഇതും പൂവിൻ്റെ എന്തോ ഒരു ഐറ്റം വരുന്നുണ്ട്. അപ്പോൾ മീശയാണ് നമ്മൾ നേരത്തെ കഴിച്ച സംഭവമായിരുന്നു. വേറെ ഒരു വീഡിയോയിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ സാധനമാണ് ഇത് വരുന്നത്. പിന്നെ ഇത് റോസ് വിനീഗറാണ് വരുന്നത്. അതെ, റോസ് വിനീഗറിൻ്റെ വലിയ സാധനങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സോപ്പുണ്ട്, പൂവിൻ്റെ ഒക്കെ ആക്കിയിട്ടുള്ള സോപ്പും സാധനങ്ങളും. പിന്നെ ഇതേ ഇവർ ഇവിടെ നിന്ന് കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ബിസ്ക്കറ്റും സാധനങ്ങളാണ് ഇരിക്കുന്നത്. ഇങ്ങനെയാണ് ഇവർ സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത് കേട്ടോ. ഒരു ഫുൾ ബിസിയാണ്. നല്ല കളറുള്ള നല്ല സൂപ്പർ പൂവൊക്കെ വെച്ചിട്ടാണ് സെറ്റ് ചെയ്ത് ഉണ്ടാക്കുന്നത്. അതെ, ഇവിടെ മൊത്തം ഇനി റെസ്റ്റോറൻറ്റ്സ് ആണ് കേട്ടോ വരുന്നത്. പിന്നെ ഈ റെസ്റ്റോറൻറ്റ്സിൻ്റെ ആ തെറ്റത്തായി കാണുന്നതാണ് ഒരു അമ്പലം. പക്ഷേ ഇപ്പോൾ രാത്രി ആയതുകൊണ്ട് അമ്പലമൊക്കെ അടച്ചേക്കുകയാണ്. ഇല്ലാതെ നമുക്ക് അമ്പലത്തിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറായിരുന്നു. ബുദ്ധിസ്റ്റ് ടെമ്പിളാണ് അവിടെ വരുന്നത്. ഇവിടെയും മഷ്റൂമിൻ്റെ കുറേ ഐറ്റംസ്. ഇതാണ് യുനാൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, യുനാൻ സ്പെഷ്യൽ ഫോർ മഷ്റൂംസ്. എല്ലാം മഷ്റൂമിൻ്റെ വെറൈറ്റി കറികളാണ് കേട്ടോ. മീനിൽ വരെ മഷ്റൂം ഇട്ടിട്ടുള്ളൊരു കറിയാണ് ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. റെസ്റ്റോറൻ്റ് ആണ് കേട്ടോ, ചിങ്ജൻ റെസ്റ്റോറൻ്റ് ആണ്. ചിങ്ജൻ റെസ്റ്റോറൻറ്റിൽ കുറേ ഈ കൗറോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാർബിക്യൂ സ്റ്റിക്സും സാധനങ്ങളൊക്കെയാണ്. പിന്നെ അതേപോലെ തന്നെ മഷ്റൂമിൻ്റെ കുറേ ഐറ്റംസും സാധനങ്ങളൊക്കെ വരുന്ന ഒരു കടയാണ് ഈ കാണുന്നത്. കുറേ സൊവിനേഴ്സും ഡ്രസ്സും സാധനങ്ങളൊക്കെ വിൽക്കണ കട. അതേ അപ്പുറത്ത് ഒരു ചെണ്ട വിൽക്കണ കട ഉണ്ട് കേട്ടോ, ഡ്രംസ് വിൽക്കണ കട. അമ്മച്ചിരുന്നിട്ട് ചെണ്ട കൂട്ടുന്നുണ്ട്. വ്യത്യസ്തമായി ചൈനയിലത്തെ വേറൊരു കാഴ്ച ഉപ്പിലിട്ടത്. ഇതിൽ നെല്ലിക്ക മുതൽ എല്ലാ സാധനവും ഉണ്ട് കേട്ടോ. മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ അവിടുത്തെ പോലെ തന്നെ മാങ്ങ ഉപ്പിലിട്ടതും കാര്യങ്ങളൊക്കെ ഉണ്ട്. റാഡിഷ് ഉണ്ട്, പിന്നെ കുക്കുംബർ, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ഉപ്പിലിട്ട ഒരു കട. പിന്നെ നമ്മുടെ തങ്കൂലും ഉണ്ട് ഇവിടെ. ചായക്കട, ചായ കടന്ന് വന്നപ്പോൾ അമ്മച്ചിമാർ ഇവിടെ ഇരുന്നിട്ട് ചീട്ട് കളിക്കണൊക്കെ ഉണ്ട് കേട്ടോ. മാൻ ചീട്ട് കളിയാണ് ഇവിടെ. എല്ലാവരും ഹാപ്പിനെസ് എന്നൊക്കെ പറഞ്ഞാൽ ഇതാണ് ഹാപ്പിനെസ്, ചീട്ട് കളി. അപ്പുറത്തേക്ക് തന്നെ ഉണ്ടല്ലേ, അവിടെ എല്ലാവരും അവിടെ ഡാൻസ് കളിക്കുന്നുണ്ട്. ഇനി നമുക്ക് പോയി നോക്കി നോക്കാം ആരൊക്കെയാണ് ഡാൻസ് കളിക്കണെന്നുള്ളത്. ഇതും വയസ്സായവരൊക്കെ തന്നെ കേട്ടോ. ചില്ലിങ് ആണ് ഇവിടെ മൊത്തം. ലൈഫ് എങ്ങനെ എൻജോയ് ചെയ്യാന്നുള്ളതാണ് ഇവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആർക്കും കാണത്തില്ല ഒരു ഡാൻസ് കളിക്കാൻ. നമുക്കിന്ന് ക്ഷീണമാണ്. കുറേ സ്ഥലത്ത് ഡാൻസ് കളിച്ചാൽ വേറെ ഇന്ന് പറഞ്ഞ ഡാൻസ് കളിക്കാൻ വയ്യ.
ഭയങ്കര സ്റ്റെപ്പൊക്കെ കറക്റ്റ് സ്റ്റെപ്പായിട്ടോ ഡാൻസ് കളിക്കുക, അല്ലാണ്ട് ചുമ്മാ കയറി തുള്ളില്ല. നമ്മളവിടെ കയറി തുള്ളിക്കഴിഞ്ഞാൽ ഇവരുടെ ഡാൻസ് മൊത്തം തെറ്റിപ്പോവുള്ളൂ. 2 ഗ്രൂപ്പ് മാത്രമല്ല കേട്ടോ, അപ്പുറത്ത് വേറൊരു ഗ്രൂപ്പ് ഡാൻസ് കളിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോ വെറൈറ്റി ഡാൻസുകളാണ്. ഇനി ഇവിടെ നിന്ന് ഇപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ അണ്ണ ഇവിടെ സിഗരറ്റൊക്കെ വലിച്ച് നടക്കുന്നുണ്ട്, എന്തൊക്കെ ഒരു പൈപ്പൊക്കെ വലിച്ചിട്ട് നടക്കുന്നുണ്ട്. ഇവിടെ വലിയ ടീം, ഇത് ചുമ്മാ റൗണ്ട് അടിക്കണുള്ളൂ. ഇവരുടെ ഡാൻസ് വലിയ രസമില്ല. ഞാൻ അപ്പുറത്തേക്ക് പോയി നോക്കാം നമുക്ക്. അപ്പുറത്ത് വേറെ ഏതോ ടീം കളിക്കുന്നുണ്ട്, 4-5 പേര് കൂടിയിട്ട്. അമ്മച്ചി ഇവിടെ നിന്നൊക്കെ ഡാൻസ് കളിച്ച് അങ്ങ് കയറി പോവന്നെ. ഇത് വേറെ തരം ഡാൻസ്. അമ്മച്ചിക്കൊക്കെ ഒരു 19 വയസ്സ് പ്രായം ഉണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെയാണ് വെച്ചാൽ ചുമ്മാ സീരിയൽ കണ്ടിരിക്കുന്ന ആൾക്കാരാണ് ഇവിടെ പോണി ചില്ലായിട്ട് ഡാൻസ് കളിച്ചുകൊണ്ട് കിടക്കുന്നത്. ഇതൊക്കെയാണ് ഇവരുടെ ആരോഗ്യത്തിൻ്റെ രഹസ്യം കേട്ടോ. ഇത്രയും തണുപ്പത്ത് ഏകദേശം ഒരു 1 ഡിഗ്രി 0 ഡിഗ്രീസൊക്കെയാണ് ഇവിടെ തണുപ്പുള്ളത് ഇപ്പോൾ. എന്നിട്ട് ഇവർ ചില്ലായിട്ട് ഡാൻസ് കളിക്കുന്നു. ഇവിടെ പാട്ടുമേളൊക്കെ ആയിട്ട് ഇവിടെ എല്ലാവരും ഡാൻസ് നമ്മുടെ ബാക്കിൽ ഇതേ കുറേ റെഡ് റിബൺസ്, നമ്മുടെ ഹോപ്പിനും നമ്മുടെ വിഷ് നടക്കാനുള്ള റിബൺസിൻ്റെ അവിടെ വെച്ചിട്ട് നമ്മൾ വീഡിയോ എൻഡ് ചെയ്യാണ് ഗൈസ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, എപ്പോഴും പറയണ പോലെ തന്നെ. അതേപോലെ നിങ്ങളുടെ കമൻറ്റ്സ് എല്ലാവരും, നിങ്ങളുടെ എന്താണ് നിങ്ങൾക്ക് ഈ വീഡിയോ എന്ന് തോന്നിയ എല്ലാ അഭിപ്രായങ്ങളും നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്ത് അറിയിക്കണം. അത് നിങ്ങൾക്ക് ഈ യുന്നാനിലെ സ്പെഷ്യലായിട്ടുള്ള ഫുഡ് ഐറ്റംസും അതേപോലത്തെ ഈ ലോക്കൽ ഏരിയാസും ഡാൻസും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് വൺസ് അഗെയിൻ. ഓക്കെ ബൈസ്.